ഒരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ വാട്ടുകപ്പ, അതായത് ഉണക്കക്കപ്പയാണ് എടുത്തിരിക്കുന്നത്. ആ ഉണക്കക്കപ്പ ഞാൻ തലേദിവസം കുതിർത്തതാണ്. ഇതൊരു 1 കിലോ കപ്പ എടുത്ത് കുതിർത്തതാണ്. ഇനി പുഴുക്കിനായിട്ട് എടുത്തിരിക്കുന്നത് കടലയാണ്. കടല തലേദിവസം വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇതൊരു 150 ഗ്രാം കടല കാണും. ഇനി കടല നമുക്ക് ഉപ്പിട്ട് വേവിച്ചെടുക്കണം. കപ്പ നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ തന്നെ നല്ലോണം വെള്ളം ഒഴിച്ച് വേവിക്കുക. വേവിച്ച് കഴിഞ്ഞിട്ട് വേവാറാവുമ്പോൾ ഉപ്പ് ചേർത്ത് ഊറ്റിയെടുക്കുക. പുഴുക്കിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ, 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 വെളുത്തുള്ളി, 3-4 ചുവന്നുള്ളി, പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഇത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ കപ്പ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടല വേവിച്ചത് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. പുഴുക്ക് എന്ന് പറയുന്നത് നമ്മൾ കപ്പ ഉടച്ചെടുക്കണ പോലെ കട്ടിയായിട്ടല്ല ഇരിക്കുക, കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക. അതുകൊണ്ടാണ് കടലയിലെ വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് ഇളക്കിയത്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ കപ്പയും കടലയും കൂടി നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അരപ്പൊന്ന് വേവണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കാം. ഇപ്പോൾ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാം. ഇച്ചിരി കടുമാങ്ങ അച്ചാറുണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ് ഇതിന്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കഞ്ഞിയുടെ കൂടെ കഴിക്കണം, ഇതിന് കടുക് വറുത്തിടണം എന്നുണ്ടെങ്കിൽ കടുകും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ കൂടി കടുക് വറുത്തിട്ടിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിനകത്തേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് നേരം മൂടി വെച്ച് അങ്ങനെയും കഴിക്കാം. ചൂടോടുകൂടി കഴിക്കുകയാണിത് രുചി. തണുത്ത് കഴിയുമ്പോൾ കപ്പ ആയതുകൊണ്ട് ഒന്ന് കട്ടയായി പോകും.